എന്തായാലും അവർ ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ, ഡെസ്പ് ആയപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ അവൾ എഗ്രി ചെയ്യുന്നതാണ് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നെയ്യാറ്റിൻകര പാറശാല വ്ളാത്താങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അൽമ എന്ന പെൺകുട്ടിയുടെ കൊലപാതകം. സ്വന്തം ഭർത്താവ് എന്ത് ചെയ്തു, വെട്ടുകത്തിയിട്ട് വെട്ടിക്കൊന്ന അൽമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൊലപാതകം. അതായത് നമ്മുടെ സീരിയൽ നടിയായ മല്ലിക എന്ന് പറയുന്ന സീരിയൽ നടിയുടെ മകള് കൂടിയാണ്. അപ്പോൾ അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. നമ്മളത് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം വന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയായിരുന്നു. അതായത് ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. ഏതാണ്ട് 10 കൊല്ലം കൊണ്ട് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ പറയുന്ന അൽമയ്ക്ക് ഈ പറയുന്ന കുറെ പെറ്റ് പൂച്ചകളോടും പട്ടികളോടും വളരെ കൂടുതൽ സ്നേഹമാണ്. ഒരുപാട് പൂച്ചകളും ഒരുപാട് പട്ടികളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അവർ കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഇവരോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. അതുമല്ല ഒരു യൂട്യൂബർ ആയിരുന്നു, ഒരു 10-11K ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സജീവമായിരുന്നു. അപ്പം ഈ ഭർത്താവ് ആദ്യം പറഞ്ഞത് ഈ ഒരു കൊല നടത്താനുള്ള കാരണം കുട്ടികളില്ലാത്തതിന്റെ തർക്കമാണെന്നാണ് ആദ്യം പുറത്തു വന്നത്. പിന്നീട് അതിൻ്റെ ഒപ്പം വന്ന മറ്റൊരു വാർത്തയായിരുന്നു അൽമയ്ക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അൽമ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അത് ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭർത്താവ് കണ്ടിരുന്നത്. ഭർത്താവിന് അൽമയെ സംശയമുണ്ട് എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പുറത്തു വരുന്നത് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഒന്നാമത്തെ കേസ്, ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഇവിടുത്തെ സാറാണ്. അതായത് ഈ PSC കോച്ചിങ് ഒക്കെ എടുക്കുന്ന ഒരു പയ്യനാണ്. അത് വിഷ്ണുനാഥ് അവരാണ്. അതുമല്ല ഈ പെൺകുട്ടിയെ അവിടെ പഠിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവർ തമ്മിൽ സ്നേഹത്തിലാവുകയും കല്യാണമൊക്കെ കഴിച്ചത് ഒക്കെ. ഈ പെൺകുട്ടിയെ വകവരുത്താൻ വേണ്ടിയിട്ട് അത് സമ്മതിച്ചു. ഈ പറയുന്ന ഭർത്താവ് സമ്മതിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ വകവരുത്താൻ വേണ്ടിയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് വെട്ടോത്തി ഈ പറയുന്ന വിച്ചാത്തിയൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു പള്ളിയിൽ പോകുന്ന ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അന്ന് തന്നെ തീർക്കുക. അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം അറിയാൻ സാധിക്കുന്നത്, ഈ പറയുന്ന പയ്യന്, അതായത് ഈ പറയുന്ന ആരാണ് നമ്മുടെ വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇവന് കുട്ടികൾ ഉണ്ടാവില്ല, കല്യാണത്തിന് മുമ്പേ അറിയാമായിരുന്നു ഇവന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഈ പറയുന്ന അൽമ ഉൾപ്പെടെ അൽമയുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അറിയാമായിരുന്നു. ഭാവിയിൽ അവർക്ക് കുട്ടികളില്ല. അത് രണ്ടും കൂടി സമ്മതിച്ചുകൊണ്ടാണ് ഇവർ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ പേരിൽ എങ്ങനെ ഈ ഒരു കലഹം നടന്നു എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ചോദ്യമുണ്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഇവൻ ടെസ്റ്റ് ചെയ്തു, ഈ പറയുന്ന സന്താന ഭാഗ്യം ഉണ്ടാവുന്നില്ല, അതിനുള്ള ശേഷിയില്ല എന്നുള്ളത് കല്യാണത്തിന് മുമ്പ് എന്തിന് ടെസ്റ്റ് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അതിന് അവന്റെ ചേട്ടന്റെ ക്ലിപ്പ് ഞാൻ വായിക്കാം. ചേട്ടൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചിലെ തന്നെ അവന്റെ ലൈംഗികമായ ചെറിയ മുഴകളോ അങ്ങനെ എന്തോ ഉണ്ട്, ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ട് ചികിത്സയൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ മുമ്പേ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഇവന് കുട്ടികൾ ഉണ്ടാവില്ല എന്നത്. അൽമയുമായി സംസാരിച്ച് അൽമയ്ക്ക് പൂർണ്ണ ഇഷ്ടത്തോടു കൂടിയായിരുന്നു കെട്ടിയത് എന്നുള്ളതാണ്. അതുമല്ല അൽമയെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് പരക്കെ. നമുക്ക് കുറച്ചല്ലാതെ 1-2 പേര് വിളിച്ച് പറഞ്ഞു ഇവന് ഭയങ്കര ഇഷ്ടം. എവിടെ പോയാലും അൽമയെ കൊണ്ടുപോകും. അതുമല്ല ഈ അൽമയുടെ റൂമൊക്കെ നോക്കണം, നമ്മുടെ വീട് ഇവന്റെ ബെഡ്റൂമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ നല്ല രീതിയിൽ സജ്ജീകരിച്ച് അത്രയ്ക്ക് കിടിലമായിട്ടൊക്കെ ചെയ്തപ്പോൾ അൽമ പറയുന്നത് എന്തും ഇവൻ കേൾക്കും. അതുപോലെ അൽമ ഇവനെ വിട്ടുപോകുന്നത് ഇവനൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പരോക്ഷമായിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അൽമയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇതിനകത്ത് ചില ട്വിസ്റ്റുകളുണ്ട്, ചില സംശയങ്ങളുണ്ട് എനിക്കിത്. ഇതിൽ സംസാരിക്കുന്നത്, ഞാൻ വെക്കാൻ പോകുന്നത് ഇവന്റെ സഹോദരനാണ്. ഈ പറയുന്ന വിഷ്ണുനാഥിന്റെ സഹോദരനാണ്. സഹോദരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില സംശയങ്ങളുണ്ട്. അതുകൂടി നമുക്ക് കേൾക്കാം. വ്യക്തിത്തിന് ഉടമയായിരുന്നു അല്ലേ? പിന്നെ അവൻ എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷൻ്റെ കാര്യത്തിൽ അവൻ നല്ല പ്രൊഫഷണലാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഇവള് ആയിട്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം. വീട്ടുകാർ കൊച്ചിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മരിച്ചുപോയി. പുള്ളിയെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫോർവേഡാണ് ഈ കാര്യങ്ങളിലൊക്കെ. ഇയാൾക്ക് കുട്ടികളുണ്ടാവാത്ത കാര്യം അറിയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. ആ സമയത്ത് അവന് പണ്ട് തൊട്ടേ അവന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെൺകുട്ടിക്ക് അറിയാമായിരുന്നു എല്ലാം പറഞ്ഞിട്ടാണ് കെട്ടിയത്. ഇനി കുട്ടി ഉണ്ടാവത്തില്ല എല്ലാം പെൺകുട്ടി അറിയാമായിരുന്നു. എല്ലാവർക്കും പറയും.
അവരുടെ വീട്ടുകാർക്കും അറിയാം, അവളെ അമ്മയ്ക്കറിയാം. നമ്മൾ സാധാരണയായിട്ടെ കല്യാണം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവില്ലെന്നൊക്കെ അറിയുന്നത്. ഇതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്തുന്ന കാരണം എന്താ? അല്ല, ഇത് എന്ന് വെച്ചാൽ കൊച്ചിന് അത്യാവശ്യം ഇവൻ്റെ ഫിസിക്കൽ ഇതിലൊക്കെ കുറേ ആങ്സൈറ്റി ഉണ്ടായിരുന്നു കൊച്ചിന്. അങ്ങനെ ആണ് ഒരു സംശയം തോന്നിയിട്ട് ഇവർ കൊണ്ടുവന്ന് പിന്നെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. അവൻ്റെ ലൈംഗിക അവയവത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും ചെറുതിലെ കാണുമായിരിക്കും. ഉണ്ടാവും. പിന്നെ മാംസം എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ സംശയം ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം ഈ സയന്റിഫിക് ജേണലും മറ്റതും മറിച്ചതും ഒക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്. ചെറുപ്രായത്തിലെ പരിശോധിച്ചു, അത് ഉറപ്പാക്കി. ഓക്കെ, ഇതാണ് അവർ. അതായത് ഈവൻ വല്യച്ഛൻ്റെ മകനാണ്, എൻ്റെ കൊച്ചച്ഛൻ്റെ മോനാണ് ഈ പറയുന്ന വിഷ്ണു. ഓക്കെ, അപ്പോൾ ഇവന് കൊച്ചിലെ ഇവൻ എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന പ്രശ്നമുണ്ടായിരുന്നു. അവൻ്റെ ലൈംഗികമായിട്ട് ചെറിയ പ്രശ്നം കണ്ടതിനെ തുടർന്ന് ഇവരെന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നെ ചികിത്സിച്ചു, അത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇവനെന്താണ് ഈ പറയുന്നത് പോലെ അവന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഈ അൽമയുമായി സംസാരിച്ച് അൽമയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അൽമയും ഇവർ ഭയങ്കര ആത്മാർത്ഥ പ്രണയമാണ്. ആത്മാർത്ഥ പ്രണയമാകുമ്പോൾ നമുക്ക് പിന്നെ അതൊന്നും ചിന്തിക്കില്ല എന്നുള്ളത്. എൻ്റെ ക്വസ്റ്റ്യൻ, എൻ്റെ ഡൗട്ട് ഇവിടെയാണ് എൻ്റെ ഒരു ഡൗട്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഇവന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഇവന് ലൈംഗിക ശേഷി, അതായത് ബന്ധപ്പെടാനുള്ള ശേഷി, ലൈംഗിക ശേഷി ഇവനുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അത് എനിക്ക് ഈ ഒരു ഡൗട്ട് വരാൻ കാരണം ഇനി അടുത്ത ഈ പുള്ളി പറയുന്ന ചില കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇവന് ലൈംഗിക ശേഷി കുറവായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇത് പറയുന്നത് കേട്ട് നമ്മുടെ സംശയം മാത്രമാണ്. അതാണ് ശരി, അല്ലെങ്കിൽ ഈ പുള്ളി പറയുന്നതാണ് ശരി, അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഒരു ഡൗട്ടാണ്. അതായത് ആദ്യമേ ഈ പറയുന്ന എന്താണ് ചികിത്സ, ഈ പറയുന്ന ലൈംഗിക അവയവത്തിൽ ചെറിയ പ്രശ്നങ്ങൾ കണ്ടതിന് ശേഷം, മുഴയോ അങ്ങനെ എന്തൊക്കെ കണ്ടതിന് ശേഷം ഇവർ പോയി ചികിത്സിക്കുന്നു. അവന് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നാണോ, അതോ ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ളത്, ഒരു ഉദ്ധാരണ ശേഷി ഇല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. ബാക്കി കേൾക്കാം. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത കുട്ടികൾ ഉണ്ടാവാത്തതിൽ മനംനൊന്താണ് ഇങ്ങനെ ചെയ്തേക്കെന്ന് പറയാൻ ഒരു ഇതുമില്ല. കാരണം ഉണ്ടല്ലോ, 10 വർഷം കഴിഞ്ഞില്ലേ, അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ഒരു അഡോപ്ഷനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു. അതൊരു കാരണമല്ല. പക്ഷേ ഈ കുട്ടിക്ക് ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശം ഒരു സംശയമുണ്ട്. ഇല്ലീഗൽ ബന്ധം ഉണ്ട്, ഇപ്പം ഉണ്ട്. അത് പക്ഷെ അവ പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മൾ അവന്റെ ബ്രദറിന്റെ അടുത്ത് പറയുന്നത്. അൽമയുടെ കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഡെലിവറി ബോയ് ആണ്. അങ്ങനെ ബന്ധം സ്ഥാപിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്ന കാര്യമൊക്കെ വിഷ്ണു അറിയുന്നുണ്ടാവും. വിഷ്ണു അറിയുന്നത് ആരോ പറഞ്ഞിട്ട് കുറച്ച് കാലം എന്തോ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അടുത്ത് ചോദിച്ചു, വിഷ്ണു ചോദിക്കുന്നു, അവള് എഗ്രി ചെയ്യുന്നു. അവൾ എന്തൊക്കെ ചോദിച്ചത്, നിങ്ങൾ ശരീരമായിട്ട് ബന്ധപ്പെട്ടു? അതൊക്കെ അവന്റെ സുഹൃത്താണ്, എൻ്റെ അടുത്താണ് ഇവയെല്ലാം റിവീൽ ചെയ്തത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. വിഷ്ണു ഭാര്യയോട് എന്തായിരിക്കും ചോദിച്ചേക്കുന്നത് അത് അറിയില്ല. പക്ഷെ എന്തായാലും അവർ ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ, ഡെസ്പ് ആയപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ അവൾ എഗ്രി ചെയ്യുന്നതാണ് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, ഞാനെങ്ങനെ ഇനി ആ ബെഡിൽ കിടക്കും, ആ റൂമിൽ എങ്ങനെ ഞാൻ ജീവിക്കും, ഇതുപോലെ വിശ്വാസ വഞ്ചന കാണിച്ചൊരു സ്ത്രീയുടെ ഇതിലേ അങ്ങനെ അങ്ങ് ഡെസ്പായി പോയതാണ്. പിന്നെ പക്ഷെ അവനെ ഒരിക്കലും അവളെ കളയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവൻ ഈ മറ്റേ ഷാജഹാൻ മുംതാസ് അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവർ. പിന്നെ തിരിച്ചു ഓക്കെ, ഇതാണ് അതായത് വല്യമ്മയുടെ മകൻ പറയുന്നത്. അതായത് എന്താണ് പറയുന്നത്, അവർക്ക് മുമ്പേ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ ഒരു വിഷയം അറിയാമായിരുന്നു. ഈ കുട്ടികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകത്തെ എന്ന് ചൊല്ലി ഒരു വഴക്ക് പോലും അല്ലെങ്കിൽ ഒരു സംസാരം പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ അറിയാമല്ലോ. എൻ്റെ ഡൗട്ട് ഇവർ പറയുന്നുകൊണ്ട് ഈ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന പേരിലാണ് വഴക്കുണ്ടായത് എന്നുള്ളത്. അതായത് അൽമയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ പറയുന്ന ഇവന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ വഴക്കുണ്ടാക്കിയത് ആരായിരിക്കാം? ഞാൻ ചിന്തിക്കുകയാണ്, വഴക്കുണ്ടാക്കി ചിലപ്പോൾ അൽമയായിക്കൂടെ എന്നുള്ളതാണ്. അതായത് ആദ്യമൊക്കെ നമ്മുടെ സ്നേഹത്തിന്റെ പുറത്ത് കെട്ടിക്കൊള്ളാം, കുട്ടികളൊന്നും വേണ്ട, എനിക്ക് നീ മതി പിന്നീട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ രണ്ടുപേരും വേറെ ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രണയിച്ചു കെട്ടി വർഷങ്ങളാവുമ്പോൾ പിന്നെ കുറെ കഴിയുമ്പോൾ പഴയ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം അൽമയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലോ എനിക്കിനി ഒരു കുട്ടി വേണം എന്നുള്ളത്, അത് എനിക്ക് സംശയം തോന്നാൻ കാരണം ഇവൻ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇവന്റെ ലൈംഗിക ശേഷിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉദ്ധാരണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് നമുക്കറിയണം. അതുമല്ല ഇവർ പറയുന്നത് ഈ പറയുന്ന അൽമയ്ക്ക് മറ്റൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് അവിടെ വരുന്ന പെറ്റുകൾക്ക് ഫുഡ് കൊണ്ടുവരാനൊക്കെ വരുന്ന ആ പയ്യനുമായിട്ടാണ് ബന്ധം. അത്
ഈവൻ ഈ ഇവരെ ബന്ധുക്കളെടുത്ത് ആരെടുത്തും പറഞ്ഞിട്ടില്ല. ഈവൻ ഈ വല്യച്ഛന്റെ മോനെടുത്തോ അവന്റെ സ്വന്തം സഹോദരന്റെ അടുത്തോ ഇവൻ പറഞ്ഞിട്ടില്ല, വിഷ്ണു പറഞ്ഞിട്ടില്ല. ഈ കൊലപാതകം നടത്തിയതിന് ശേഷമാണ് ഇവൻ വന്ന് അനീതന്റെ അടുത്ത് അല്ലെ സഹോദരന്റെ അടുത്ത് പറയുന്നത് ഞാൻ അവളെ കൊന്നു, കാരണം ഇതാണ്, അവൾക്ക് എന്താണ്ട് അവൾക്ക് ഇത് ഒരു സംഭവമുണ്ട്. അതായത് ഇവന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞ് മറ്റൊരാൾ ഇവിടെ വരവ് പോക്കുണ്ട് എന്നറിഞ്ഞതിന് ശേഷം ഇവളെ ചോദ്യം ചെയ്യുന്നു, ഇവളുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നു, അങ്ങനെ അവസാനം ഇവൾ സമ്മതിക്കുന്നു എന്നുള്ളത്. ഇതിനകത്ത് ഈ ജ്യേഷ്ഠൻ പറയുന്ന മറ്റൊരു സംഭവം, നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അൽമ സമ്മതിക്കുന്നുണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇവർ പറയുന്നത് സത്യം എന്നൊന്നുമല്ല, ചിലപ്പോൾ ഇവർക്ക് സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന കള്ളങ്ങളായിരിക്കാം. ഇനി സത്യമാണെന്ന് കരുതി ഇവർ പറയുന്നത് സത്യമാണ്. അതായത് അൽമയുടെ ചോദിക്കുകയാണ് നീ അവനോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അൽമ സമ്മതിക്കുകയാണ്. ഏതെങ്കിലും പെൺകുട്ടി സമ്മതിക്കോ? ഇല്ല. അങ്ങനെ സമ്മതിക്കണമെങ്കിൽ മറ്റൊരു കാരണമുണ്ട്. കാരണം ഇവന് ലൈംഗിക ശേഷി ഇല്ലാന്ന് കരുതിക്കും. 10 കൊല്ലമായി, എന്തായാലും പെണ്ണാണ്, മനുഷ്യജീവിയാണ്, എല്ലാവർക്കും അത്യാവശ്യമാണ് ഈ ഒരു സംഭവം. ലൈംഗികത എന്ന് പറയുന്നത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. കുറേയൊക്കെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഞാൻ അവനുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞതായിരിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ ഇവർ ചോദിച്ചിട്ടുണ്ടാവും നീ എന്തിനാ അത് ചെയ്തു എന്നൊക്കെ ചോദിക്കും. ഇവള് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കൊരു കൊച്ചു വേണമെന്ന് ആഗ്രഹമുണ്ട്, ആ കൊച്ചു വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ഇവർ തമ്മിൽ തർക്കമായത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ടാണ്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വളരെ സാധാരണക്കാരൻ്റെ തോന്നുന്ന ഒരു ഡൗട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നെങ്കിൽ കമന്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവന്റെ ലൈംഗിക ശേഷി ഇവന് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ഡൗട്ട്. ലൈംഗിക ശേഷി ഇല്ലായിരുന്നുവെങ്കിൽ ഉദാഹരണം ഇല്ലായിരുന്നു എന്ന് കരുതിക്കും. അവർ തമ്മിൽ ബന്ധപ്പെടാൻ പറ്റത്തില്ല. 10 കൊല്ലം കൊണ്ട് അവർ സ്നേഹിച്ച് കഴിച്ചു. പിന്നീട് അവൾക്ക് തോന്നിക്കാണും എനിക്ക് കൊച്ചു വേണമെന്ന് തോന്നിക്കാണും, അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നിക്കാണും. അപ്പോഴും മറ്റൊരാളെ കണ്ടപ്പോൾ അവരോട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അത് അവൻ്റെ അടുത്ത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും കാണിച്ചു, എനിക്ക് കൊച്ചു വേണം. അപ്പം വേറെ ആരും കണ്ടില്ലെങ്കിൽ നമുക്ക് എനിക്കൊരു കൊച്ചു വേണം, അതിന് വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവൻ അപ്പൊ ഇത് പറഞ്ഞ് തർക്കങ്ങളാവുന്നു. ഇത് പറഞ്ഞ് തർക്കങ്ങളായതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഇവൾ പോകും, എന്നെ വിട്ടു പോകും എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇവൻ വരുന്നു. ഒരിക്കലും ഇതിൽ പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും ഇവളെ വിട്ട് കളയാനുള്ള ആഗ്രഹം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഇത് പറഞ്ഞില്ലേ, ഷാജഹാനും മുംതാസും പോലെ അത്രയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നെ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയവും, അതുമല്ല എന്നെ കൂടെ നിന്ന് ചതിച്ചില്ലേ, എന്നെ വേണ്ടാതെ ഇപ്പൊ അവനെ അല്ലേ ഇഷ്ടം എന്നുള്ളൊരു സംഭവം എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇത് ചെയ്തത്. ഞാൻ ഒരാഴ്ച മുമ്പ് ഇതിനൊക്കെ കണക്ക് കൂട്ടിയിരുന്നു. അവനൊരു പശ്ചാത്താപവും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ സത്യമാണെന്ന് കരുതിക്കട്ടെ, അവൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. നിനക്ക് നീ കൊല്ലുന്നത് ഒരിക്കലും ഒരു പരിഹാരമില്ല. എന്നെ കൊണ്ട് കഴിവില്ല, നിങ്ങൾ പറഞ്ഞു നീ പോ എന്ന് പറയണം. മനസ്സിലായി? അല്ലാതെ പെൺകുട്ടിയെ കൊന്നിട്ട് കൊല്ലുക എന്നുള്ളതിന് നീ പറഞ്ഞ നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ലേ, അല്ലേ, വേറെ ആളെ നോക്കുക എന്നുള്ളതാണ്. കൊല്ലിട്ട് അതിനെ എന്തൊക്കെ പറഞ്ഞാലും അവനെ ന്യായീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് പോയത്. നമ്മൾ കല്യാണത്തിന് മുമ്പ് നമ്മൾ തേനയോ ചക്കരയോ പാല് അവൾക്ക് കാലില്ലെങ്കിലും ഈ പറയുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ വികലാംഗരെ പ്രണയിച്ച് ഇങ്ങനെ ഒരു ഓൺലൈനിൽ പ്രണയിച്ചു, പിന്നീട് അറിയേണ്ടത് അവന് കാലില്ല, കയ്യില്ല, അവൻ നടക്കാൻ പറ്റില്ല, അവൻ ബെഡിലാണ്. പക്ഷെ ആ പ്രണയം മൂത്ത് കെട്ടും. അത് അപ്പോഴത്തെ പ്രണയമാണ്. ഇത് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ഇത് ഭാരമാവും. ഇവര് ഇങ്ങനെ കിടക്കുന്ന ഒരു 99.9% ഭാരമായി തുടങ്ങും. പിന്നെ ഞാൻ എന്തിന് അവനെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യും, മറ്റു പല കാര്യങ്ങളിലും ചെയ്യേണ്ടതായിട്ട് വരും. ഇത് അവൻ തന്നെ കാണേണ്ടതായിട്ട് വരും. ഇത് എല്ലാ 99% ആളുകളിലും നടക്കുന്നതാണ്. ഇവിടെ എങ്ങനെയാണെങ്കിലും ഈ അൽമയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പം ചെറുപ്പക്കാരിയായ പെൺകുട്ടിയാണ്, സുന്ദരിയാണ്. അപ്പോൾ കുട്ടികൾ ഉണ്ടാകില്ല. ഒരു പെൺകുട്ടിക്ക് 10 കൊല്ലം കൊണ്ട് ആ കുട്ടികളില്ലാത്തതിന്റെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന പെറ്റുകളെയൊക്കെ എടുത്തു വളർത്തിയത്. അതിനുശേഷം വീണ്ടും എന്താണ് അതിലോട്ട് അവർ ചിന്തിച്ച് കുട്ടികൾ വേണമെന്ന് തോന്നിക്കാണാം. ഇവനെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി തരാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈംഗിക ശേഷിയില്ല എന്നൊക്കെ തുറന്ന് സമ്മതിച്ചു. അപ്പോൾ ഇവളെ വന്ന് പറഞ്ഞിട്ട് ശരി, ഓക്കെ, എനിക്കൊരു കുട്ടി വേണം, നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് വേറെ കുട്ടി വേണം, എനിക്ക് കുട്ടി കിട്ടിയേ പറ്റുള്ളൂ, ആ ഒരു പേരും പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതിന്റെ പേരിൽ കൊല്ലുകയല്ല വേണ്ടത്. എന്തായാലും ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. ഇതിന്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. ഇത് ചിലപ്പോ ഈ പറയുന്ന സഹോദരനും അവന്റെ അമ്മയൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിലൊക്കെ ഇവരെന്തിനു സ്വന്തം മകനെ പിന്നീട് കുറ്റപ്പെടുത്താതിരിക്കുകയുള്ളൂ. അവന്റെ മകനെ സപ്പ് നിന്നുകൊണ്ടേ അവർ സംസാരിക്കത്തുള്ളൂ, അല്ലേ?
അവര് മകനാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് സംസാരിക്കില്ല, പെൺകുട്ടിയെ കുറ്റം പറയും. ഇവരുടെ വർഷം മാത്രമാണ്. ഇനി കൃത്യമായിട്ട് ഇനി പോലീസ് പുറത്തുവിടണം എന്താണ് അവർ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവരെ കൂട്ടുകാർക്കാണ് കൃത്യമായിട്ട് അറിയാവുന്നത്. ഇവൻ ആരടുത്ത് ഒന്നും പറയില്ലായിരുന്നു. പിന്നെ നമുക്ക് പൊതുവെ അറിയാൻ കഴിഞ്ഞ അവൻ വലിയ പ്രശ്നക്കാരനല്ല എന്നുള്ളതാണ് പൊതുവെ കിട്ടുന്ന ഒരു പിക്ചർ. ഈ പെൺകുട്ടി എങ്ങനെയാണ്, ഈ പെൺകുട്ടിയുടെ കേസ് ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി പാവമാണ്, പഞ്ചപാവമാണ്. ആരും പെൺകുട്ടിയുടെ ഇത് കേസ് നോക്കിയാലും പുള്ളിയുടെ കേസ് വെച്ചാലും ഇവർക്ക് വലിയൊരു കുറ്റം ചെയ്തിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞ കഥയിലാണ് വരുന്നെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ. നമുക്കൊരു വലിയൊരു അപരാധമാണ് ചെയ്തതെന്ന് നമുക്ക് തോന്നത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായി? 10 കൊല്ലം വരെ സഹിച്ചു. അപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അവന് ലൈംഗിക ശേഷി ഇല്ലെന്ന് വെച്ചു. ഈ പയ്യന് 10 കൊല്ലം വരെ ഒരു പെൺകുട്ടി ഭയങ്കര കടുപ്പമാണ്. മനസ്സിലായോ? മറ്റുള്ളവരെ അറിയിക്കാതെ അവൾക്ക് ചിലപ്പോൾ ഒരു കൊച്ചു വേണമെന്ന് തോന്നിക്കാണും. ഇതൊക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും അല്ലായിരിക്കാം. വലിയൊരു പിന്നെന്താണ് ഈ പറഞ്ഞതുപോലെ ഒരു മനോരോഗിയായിരിക്കാം. ഇടയ്ക്ക് ആരൊക്കെ പറയുന്നുണ്ട് അവന് ചെറിയ മെന്റൽ എന്തൊക്കെ ഉണ്ട്, അവന് പിന്നീട് ദേഷ്യം വരുമ്പോൾ അവനൊരു ചെറിയ മെന്റൽ പോലെയൊക്കെ ഏതാണ്. അങ്ങനെയാണ് ഇനി ഇതെല്ലാം പറയുന്നത് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. മെന്റലിന്റെ കഥയും ഈ പറയുന്ന ഈ പെണ്ണിന് മറ്റൊരു ആളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന കഥയൊക്കെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടുന്ന വാർത്തകൾ എന്താണ് സത്യം എന്തായാലും അറിയും. നമുക്ക് വീണ്ടും കാണാം. ശരി.